നമസ്കാരം. ഇന്ന് നമ്മുടെ കൃഷ്ണീയത്തില് 15ാമത് വെബിനാറിൽ പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ പക്ഷി മൃഗാദി ഭേദത്തെ പറ്റി ഗ്രഹങ്ങളെ കൊണ്ട് പക്ഷികളെ മൃഗങ്ങളെ എങ്ങനെ ചിന്തിക്കാം എന്നുള്ള വിഷയം. ഈ പ്രപഞ്ചത്തിലെ സർവ്വ വിഷയങ്ങളെയും ചിന്തിക്കാനായിട്ട് ജ്യോതിഷത്തിൽ കഴിയും. അപ്പൊ അങ്ങനെ ഇതിൽ നമ്മൾ പക്ഷിമൃഗങ്ങളെ ചിന്തിക്കുന്നില്ല. സൂര്യാത്മജേന്ദുപുത്രവും പക്ഷി സമാനവും സരീസൃപശ്ചന്ദ്ര ഭൃഗുദേവഗുരു ദിവതവും ചതുഷ്പദവും ഭൂമിപുത്രാർക്കവും എന്ന് കൃഷ്ണീയം 1-ാം 43-ാം ശ്ലോകത്തിൽ പറയും. ശനിയും ബുധനും പക്ഷിയുടെ സമാന രൂപമാവും. ചന്ദ്രൻ സരീസൃപമാവും. ശുക്രനും വ്യാഴവും ഇരുകാലികളാവും. മനുഷ്യർ ചൊവ്വയും സൂര്യനും നാൽക്കാലികളാവും. ഇതിൽ പറയണത് പക്ഷികളെ, ശനിയെ കൊണ്ടും ബുധനെ കൊണ്ടും പക്ഷികളെ ചിന്തിക്കാം എന്നും, ചന്ദ്രൻ സരീസൃപം എന്ന് വെച്ചാൽ ഇഴജന്തുക്കളാണ് സരീസൃപങ്ങൾ. ശുക്രനത്തെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും മനുഷ്യനെ, രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യനെ ചിന്തിക്കാമെന്ന്. ചൊവ്വയും സൂര്യനും നാൽക്കാലികളാകുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം ഇവ ആരണ്യ രാശികളായിട്ടുള്ള മേടം, അതുപോലെ തന്നെ ചിങ്ങം രാശിയിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നാൽക്കാലികളെയാണ് ചിന്തിക്കുന്നത്, ചൊവ്വയും സൂര്യനും. അതുപോലെ തന്നെ മനുഷ്യരാശികളിൽ ശുക്രനും വ്യാഴവും നിന്നാൽ ഇരുകാലികളായിട്ടുള്ള മനുഷ്യനെ തന്നെ ചിന്തിക്കുന്നു. ചന്ദ്രൻ പോലുള്ള ഒരു ജലരാശിയിൽ നിന്നാൽ സരീസൃപം, ഇങ്ങനെ ഇഴജന്തുക്കളെയൊക്കെ ചിന്തിക്കാം. ബുധനും ശനിയും വായുരാശിയിൽ നിന്നാൽ അവയെ പക്ഷി സമാനമായിട്ട് ചിന്തിക്കുന്നു. ബുധൻ ഗ്രാമപക്ഷിയാവുന്നു, ശനി വനവാസികളായ പക്ഷികളാവും. ഗ്രാമത്തിൽ കാണുന്ന പക്ഷികളെ ബുധനെ കൊണ്ടും, പിന്നെ കാട്ടിൽ കാണുന്ന കഴുകൻ തുടങ്ങിയുള്ള ശനിയെ കൊണ്ടും. ചന്ദ്രൻ ജലത്തിലെ സരീസൃപമാണ്, എന്നാൽ സ്ഥലരാശിയിൽ നിന്നാൽ സ്ഥല സരീസൃപമാണ്. ശുക്രൻ ജലചര മനുഷ്യനാകുന്നു. ബോട്ട്, വഞ്ചി, കപ്പൽ തുടങ്ങിയ സ്ഥിരമായി യാത്ര ചെയ്യുന്നവനും മീൻ പിടിക്കുന്നവനും ആകുന്നു. ചന്ദ്രൻ കുറെ കാലം വെള്ളത്തിലും കുറെ കാലം സ്ഥലത്തിലും ചലിക്കുന്നവനാകും. കുജൻ മാംസം ഭക്ഷിക്കുന്നവനാകും. സൂര്യൻ പുല്ല് തിന്നുന്നവനാകും. ചന്ദ്രൻ സങ്കലപാതൻ, പഴുതാര, തേരട്ട പോലെ അനേകം കാലുകളുണ്ട് ആകുന്നു. കാലുകൾ ഉണ്ടായാലും ജലത്തിലും സ്ഥലത്തിലും ജീവിക്കുന്ന ഞണ്ട്, ആമ പോലുള്ളവയും ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കണം. ബുധനെ കൊണ്ട് ഗ്രാമപക്ഷികളെ കോഴി, താറാവ്, കാക്ക, പ്രാവ്, കൂത്താങ്കേരി, വാവൽ തുടങ്ങിയവയെ ചിന്തിക്കാം, ഗ്രാമപക്ഷികൾ. ശനിയെ കൊണ്ട് ആരണ്യ നിവാസികളായ വേഴാമ്പൽ, കാട്ടുകാക്ക, കാട്ടുകോഴി, കഴുകൻ, മരംകൊത്തി തുടങ്ങിയവയെ ചിന്തിക്കാം. ഇങ്ങനെ വ്യത്യാസമുണ്ട്. ഒരേ വിഷയം തന്നെയാണ് പറഞ്ഞാലും. മേടം രാശി പകൽ ഗ്രാമരാശിയും രാത്രി ആരണ്യ രാശിയുമാകും. പകൽ ആടിനെയും രാത്രി കാട്ടുപട്ടി, കുറുക്കൻ, മാൻ തുടങ്ങിയവയും ചിന്തിക്കണം മേടം കൊണ്ട്. ധനുരാശി പകൽ യുദ്ധക്കളമാകും. ഭടന്മാർ, കുതിരപ്പട, ആനപ്പട, കാലാൾപ്പട എന്നിവയുടെ യുദ്ധമാണ് നടക്കുക. എന്നാൽ വീരത്വം, ശൂരത്വം, പരാക്രമം എല്ലാം ഉണ്ടാകും. എന്നാൽ രാത്രി മരിച്ചവരെ ദഹിപ്പിക്കുന്ന ശ്മശാനമാകും. ബന്ധുക്കളുടെ പകുതി മരിച്ചവരുടെ തേങ്ങലും അവരുടെ ബന്ധുക്കളുടെ കരച്ചിലും ഇടയ്ക്കിടെ കേൾക്കാം. ധനുരാശി യുദ്ധരാശിയാണ്. അപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ യുദ്ധം നിന്നു. അതുവരെ യുദ്ധത്തിൽ മരിച്ചവരും പകുതി മരിച്ചവരായിട്ടുള്ള ആൾക്കാരും അവരുടെ ബന്ധുക്കളുടെ കരച്ചിൽ. മൃതദേഹം കൊത്തിയൊലിക്കാൻ വരുന്ന കുറുക്കൻ, കാട്ടുപട്ടി, കഴുകൻ എന്നിവയുടെ വിഹാര കേന്ദ്രമാകും. അടുത്തടുത്ത് ചിതയേരുന്ന സ്ഥലമാകും. കുറുക്കന്റെ ഓളിയുടെ ഇടയ്ക്കിടെ കേൾക്കാം. ശ്മശാനത്തിൽ ശനി വസിക്കുന്നു, കാട്ടിലും വസിക്കുന്നു. പകൽ ചൊവ്വ സൈന്യം, സൂര്യൻ രാജാവ്, വ്യാഴം മന്ത്രി എന്നിവർ യുദ്ധം ചെയ്ത സ്ഥലം. രാത്രി ശനി, രാഹു, ചൊവ്വ എന്നിവർ വിഹരിക്കുന്നു. ഇവിടെ മേടം ധനു രാശികളുടെ ഭേദത്തെ പറ്റിയാണ് പറയുന്നത്. മേടരാശി പകൽ ഗ്രാമരാശിയും രാത്രി ആരണ്യ രാശിയും. അപ്പോൾ കാട്ടുപട്ടി, അതുപോലെ തന്നെ കുറുക്കൻ തുടങ്ങിയുള്ളവരൊക്കെ മേടരാശി രാത്രിയിൽ. ഇവിടെ ധനുരാശിയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സംഭവം. പകൽ യുദ്ധങ്ങൾ നടക്കും. ശുക്രൻ കുതിരപ്പുറത്തുള്ള ഒരു ഭടനെയാണ് ധനുരാശിയിൽ കാണുന്നത്.
യുദ്ധത്തിന് വേണ്ടിയാണ് അയാൾ. ആ യുദ്ധം നടന്നു കഴിഞ്ഞാൽ രാത്രിയാവുമ്പോൾ ആ യുദ്ധത്തിൽ ശ്മശാനായി തീരും. മരിച്ചവരൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുക, അവരുടെ ബന്ധുക്കളുടെ വിലാപം, അതുപോലെ തന്നെ പകുതി കൊത്തിയൊലിച്ച മൃഗങ്ങൾ കൊത്തിയൊലിച്ച ശവങ്ങൾ, ഇങ്ങനെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ധനുരാശി കൊണ്ട് ചിന്തിക്കും. എന്നിവരുടെ യുദ്ധം ചെയ്ത സ്ഥലം. രാത്രി ശനി രാഹു ചൊവ്വ. പകല് ചൊവ്വയും സൂര്യനും വ്യാഴവുമാണ് യുദ്ധത്തിന് നിൽക്കുക. വ്യാഴം മന്ത്രി, സൂര്യൻ രാജാവ്, ചൊവ്വ സൈന്യാധിപൻ അല്ലെങ്കിൽ സൈന്യം. രാത്രി സമയത്ത് ശനി രാഹു ചൊവ്വ. ചൊവ്വ അഗ്നിയാണ്, അഗ്നിയുടെ കാരകത്വം, ശ്മശാനം. അത് തന്നെ രാഹു ജന്തുക്കള്, കാട്ടുജന്തുക്കൾ. അത് തന്നെ ശനിയും കാട്ടുജന്തുക്കളെ അവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷികളെ പറഞ്ഞതാണ്. പാപരാശികളും ധനു രാത്രിരാശികളായി വന്നാൽ, സൂര്യൻ നിൽക്കുന്നതിനും 7 മുതൽ 12 രാശികളായി വന്നാൽ നിസർഗമായി തന്നെ അപമൃതി പ്രേതങ്ങൾ, ബ്രഹ്മരക്ഷസ്, പിശാചുക്കൾ, ഗതികിട്ട പ്രേതങ്ങൾ എന്നിവയെല്ലാം വിഹരിക്കുന്നു. അങ്ങനെ ഒരു സംഭവത്തെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് സൂര്യൻ നിൽക്കുന്ന 7 രാശി വരെ പകലും, 7 രാശിയുടെയും 12 രാശി വരെ രാത്രിയുമാണ്. അങ്ങനെയുള്ള രാത്രി രാശികളായി വന്നാൽ, ഈ വിധത്തിലുള്ള രാശി വന്നാൽ ധനരാശിയെ കൊണ്ട് പ്രത്യേകിച്ചു പിശാചുക്കള്, അപമൃതി പ്രേതങ്ങൾ, ബ്രഹ്മരക്ഷസുകൾ, ഗതികിട്ട പ്രേതങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി സ്വഭാവങ്ങളെ കൊണ്ട് ഗ്രാമപക്ഷി, ജലപക്ഷി, ആരണ്യപക്ഷി എന്നിവയൊക്കെ തീരുമാനിക്കേണ്ടത്. കാരകൻ ബുധനാവും. 4 ഗ്രഹങ്ങളെ കൊണ്ട് ഈ വിധ രാശി സ്വഭാവം കൊണ്ടും ജന്തുക്കളെ ചിന്തിക്കേണ്ടതാണ്. ഗ്രാമരാശികളിൽ പശു, എരുമ, കുതിര തുടങ്ങിയവയും, ജലരാശികൾ സരീസൃപങ്ങളായതിനാൽ മുതല, ചീങ്കണ്ണി തുടങ്ങിയ 4 ആരണ്യരാശികളിൽ സിംഹം, പുലി, പന്നി, ആന തുടങ്ങിയ 4 ചിന്തിക്കണം. ചൊവ്വയും സൂര്യനും 4 നമ്മൾ ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും, ജലത്തിൽ ജീവിക്കുന്ന, ഭൂമിയിൽ ജീവിക്കുന്ന, കാട്ടിൽ ജീവിക്കുന്ന, സ്ഥലരാശികളിൽ ജീവിക്കുന്നത്, ജലരാശികളിൽ ജീവിക്കുന്നത്, ആരണ്യരാശികളിൽ ജീവിക്കുന്നത്, പിന്നെ വായുരാശികൾ, പക്ഷികളൊക്കെ വായുരാശികൾ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ അറിഞ്ഞ് ഈ ഏതേത് ഗ്രഹത്തെ കൊണ്ട് ഏതേത് ജന്തുക്കളെയാണ് പറയേണ്ടത് എന്ന് വിശദമായിട്ട് തന്നെ നോക്കും. പാപഗ്രഹങ്ങളെ കൊണ്ട് ക്രൂര ജന്തുക്കളെയും, പിന്നെ ശുഭഗ്രഹങ്ങളെ കൊണ്ട് സൗമ്യ ജന്തുക്കളെയും ചിന്തിക്കുന്നു. സാധാരണയിലേക്ക് ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ സൗമ്യത എന്നുള്ളത് പൊതുവെ കുറഞ്ഞിരിക്കും. അതും മനസ്സിലാക്കിയിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടും രാശിയുടെ സ്ഥിതി കൊണ്ടും ഇന്ന ജന്തുവാണ് എന്ന് തീരുമാനിക്കും. ചൊവ്വയെ കൊണ്ട് സൂര്യനെ കൊണ്ട് 4 ശുക്രനെ കൊണ്ട് വ്യാഴത്തിന്റെ 2 ചന്ദ്രനെ കൊണ്ട് ജലരാശികളിൽ ഉള്ള എഴയുന്ന ജന്തുക്കളെയും, അതുപോലെ തന്നെ ബുധനെ കൊണ്ടും ശനിയെ കൊണ്ടും വായുവിൽ പറക്കുന്ന പക്ഷികളെയും, അതിൽ തന്നെ ബുധനെ കൊണ്ട് ഗ്രാമത്തിലുള്ള പക്ഷികളെയും, ശനിയെ കൊണ്ട് കാട്ടിലുള്ള പക്ഷികളെയും ചിന്തിക്കണം. ഇത് നമ്മൾ പിന്നീടും ഈ കൃഷ്ണീയത്തില് ജന്തുക്കളെ പറ്റി ഉള്ള ഒരു പഠനം അവസാനം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഈ വിഷയത്തെ പഠിക്കാം. ഈ ഭാഗം ഞങ്ങൾ നന്നായി പഠിക്കണം.